മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ശകീഖുൽ ബൽഖിയോട് പറഞ്ഞത്, ഞാൻ 8 കാര്യങ്ങളാണ് നിങ്ങളുടെ 30 വർഷത്തെ കാലയളവിൽ പഠിച്ചത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഒന്നാമത്തേത് പറഞ്ഞത്, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ചങ്ങാതിമാരും സ്നേഹിതന്മാരും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ സ്നേഹിതന്മാരെയെല്ലാം ഞാൻ വേർതിരിച്ച് പരീക്ഷിക്കുകയുണ്ടായി, നിരീക്ഷിക്കുകയുണ്ടായി. ആ ചങ്ങാതിമാരെല്ലാം കബറിടം വരെ പോകുന്നവരാണ്, കബറിടത്തിലേക്ക് എത്തി നേരെ തിരിച്ചു വരുന്നവരാണ്. പക്ഷേ എനിക്ക് വേണ്ടത് എന്റെ കബറിടത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന ചങ്ങാതിമാരാണ്. ആ ചങ്ങാതിമാര് സ്വാലിഹായ അമലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്റെ ചങ്ങാതിമാരാക്കിയത് സ്വാലിഹായ അമലുകളെയാണ്. അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. രണ്ടാമതായി പറഞ്ഞത്, ഇന്നി റഅയ്തുൽ ഖൽഖ യഖ്തദൂന അഹ്വാഅഹും. ഞാൻ ജനങ്ങളെ ശ്രദ്ധിച്ചപ്പോ, ഞാൻ മനുഷ്യന്മാരെ ശ്രദ്ധിച്ചപ്പോ അവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവരിൽ ഭൂരിഭാഗം ആളുകളും യഖ്തദൂന അഹ്വാഅഹും, സ്വന്തം ഇച്ഛകൾക്ക് പ്രാമുഖ്യം നൽകുന്ന ആളുകളാണ്. മനസ്സെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്നവരാണ്. സ്വന്തം ശരീരത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാത്ത ആളുകളാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴല്ലേ സഹാബാക്കളോട് ചോദിച്ചത്, ഇതൊന്നും യുദ്ധമല്ല, ഇതിനേക്കാളും വലിയൊരു യുദ്ധം വരാനുണ്ട്, ഇതിനേക്കാളും വലിയ ഭയാനകമായ യുദ്ധം വരാനുണ്ട്. സഹാബാക്കൾ പേടിച്ചുപോയി, യാ റസൂലല്ലാഹ്, ഇത്രയും ശക്തമായ ചൂടുകൊണ്ട്, അസഹനീയമായ തീക്ഷ്ണമായ ചൂട് സഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് ഇതിനേക്കാളും വലിയൊരു യുദ്ധം ഇനി വരാനുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇതിനേക്കാളും വലിയ യുദ്ധം ജിഹാദുൻ നഫ്സി, സ്വന്തം ശരീരത്തിനെതിരെ പോരാടുക എന്നുള്ളത്. നിങ്ങൾ ധർമ്മസമരത്തിൽ രണാങ്കണത്തിൽ പോയി ശത്രു സൈന്യവുമായി പടവെട്ടുന്നതിനേക്കാളും പ്രയാസമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ മനസ്സ് പല കാര്യങ്ങൾ പറയും. ഹറാമ് കാണാൻ പറയും, ഹറാമ് കേൾക്കാൻ പറയും, ഹറാമ് ചെയ്യാൻ പറയും. ഇതൊക്കെ ഉണ്ടാകുമ്പോ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഈമാനാണ്. അതിനെ കുറിച്ച് ഈമാനിക ശക്തി വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ ചെറിയ യുദ്ധമാണ്, വലിയ യുദ്ധം നമ്മുടെ ശരീരവുമായി നടത്തുന്ന യുദ്ധമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ജനങ്ങളെ നിരീക്ഷിച്ചപ്പോ, ജനങ്ങളെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഭൂരിഭാഗം ആളുകളും അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ശരീരം എന്താണോ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ മനോഹരമായ ഒരു ആയത്ത് ഞാൻ ഓർക്കാനിടയായത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ആരാണോ അള്ളാഹുവിനെ പേടിച്ച് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നത്, മനസ്സ് പറയുന്നതിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാതെ അള്ളാഹുവിനനുസരിച്ച് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർ ആരാണ്? അള്ളാഹുവിനെ പേടിച്ച് ശരീരത്തിന് നേർ വിപരീതമായി പ്രവർത്തിക്കുന്നവൻ ആരാണ്? തീർച്ചയായിട്ടും അവന് മാത്രമാണ് അല്ലാഹു തആല നാളെ സ്വർഗീയ ലോകം ഒരുക്കി വെച്ചിട്ടുള്ളൂ എന്ന പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എല്ലാവരും മനസ്സ് പറയുന്നത് കേൾക്കുന്നവരാണ്. സിനിമ കാണണമെന്ന് തോന്നുമ്പോ അതങ്ങോട്ട് പോയിട്ട് കാണാൻ, ഗാനമേള, ഫ്ലഡ് ലൈറ്റ്, എന്തൊക്കെയാണോ മനസ്സ് പറയുന്നത് അതതുപോലെ കേൾക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. പക്ഷെ റബ്ബ് പറഞ്ഞത് അങ്ങനെയല്ല, ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ല. ഖുർആൻ പറഞ്ഞത് ശരീരത്തിനെതിരെ പ്രവർത്തിച്ച് അള്ളാഹുവിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. എനിക്ക് മനസ്സിലായി പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് സത്യമാണ് എന്ന്. ഖുർആൻ പറയുന്നത് സത്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ എന്റെ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ കീഴ്പ്പെടുത്താറില്ല. എന്റെ ശരീരത്തെ നന്മ ചെയ്യാനല്ലാതെ ഞാൻ ഉപയോഗിക്കാറില്ല. തെറ്റിലേക്ക് ശ്രമിച്ചാൽ ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിച്ച് തെറ്റിൽ നിന്ന് ഞാൻ മാറി നിൽക്കാറുണ്ട് എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു
30 വർഷക്കാലം തന്റെ ഉസ്താദിന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് ഉസ്താദിന്റെ വീട്ടിൽ പഠിക്കാൻ ചെന്നിട്ട് ഉസ്താദിന്റെ പെൺമക്കളെ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. വീട്ടിലേക്ക് പഠിക്കാൻ പോയി, ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് ഒരു പക്ഷേ കൈ കഴുകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഉസ്താദിന്റെ മക്കളായ പെൺമക്കളായിരിക്കാം. ഇദ്ദേഹം ആ പെൺമക്കളെ പോലും പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു ദിവസം മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്പം ചില ശിഷ്യന്മാരെയും കൂട്ടി ഷക്കീഖുൽ ബൽഖിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഹാത്തിമുൽ അസ്സം തങ്ങൾ അല്പം ചില ശിഷ്യന്മാരെയും കൂട്ടി ഉസ്താദിന്റെ ഷക്കീഖുൽ ബൽഖിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ക്ലാസ് കഴിഞ്ഞു, പഠനം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് കൈകളിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തത് ഷക്കീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദിന്റെ പെൺമക്കളാണ്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ശിഷ്യന്മാര് പറയാൻ തുടങ്ങി, ഉസ്താദേ, നിങ്ങൾ ചെയ്തത് ശരിയായില്ലല്ലോ, നിങ്ങൾ ചെയ്തത് ശരിയായില്ലല്ലോ, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്? അപ്പോഴാണ് മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങളോട് ശിഷ്യന്മാര് പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ കൈകളിലേക്ക് വെള്ളം ഒഴിച്ചു തന്നത് ആ വീട്ടിലെ പെൺകുട്ടികളല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടായില്ല. അപ്പോഴാണ് മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾ ചോദിച്ചത്, പെൺകുട്ടികളായിരുന്നോ? ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് പെണ്ണാണോ അത് ആണാണോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തേ അറിയാത്തത്? ആ വീട്ടിൽ അന്ധനെ പോലെയാണ് ഹാത്തിമുൽ അസ്സം തങ്ങൾ അഭിനയിച്ചത്. കണ്ണ് കാണാത്ത പൊട്ടനെ പോലെയാണ്, കണ്ണ് പൊട്ടനെ പോലെയാണ് അനുഭവിച്ചത്. എന്നിട്ട് ഷക്കീഖുൽ ബൽഖിയുടെ പെൺമക്കൾ വിചാരിച്ചത് ഹാത്തിമുൽ അസ്സം അന്ധനാണ് എന്നാണ്. ഒരു ദിവസം ഹാത്തിമുൽ അസ്സം ഉസ്താദായ ഷക്കീഖുൽ ബൽഖിയുടെ വീട് മുട്ടിയപ്പോ ഉസ്താദ് ചോദിച്ചു, മക്കളോട് ആരാണ് വന്നത് എന്ന്. അപ്പോൾ മക്കൾ തന്റെ പിതാവായ ഷക്കീഖുൽ ബൽഖിയോട് പറഞ്ഞത്, സാഹിബുകൽ അഅമാ, സാഹിബുകൽ അഅമാ, ഉപ്പാ നിങ്ങളുടെ അന്ധനായ ശിഷ്യനുണ്ടല്ലോ, കണ്ണ് പൊട്ടനായ ശിഷ്യനുണ്ടല്ലോ, അയാളാണ് വാതിൽ മുട്ടുന്നത് എന്നാണ് ആ പെൺമക്കൾ ഉപ്പയോട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ പെൺമക്കൾ വിചാരിച്ചത് ഇയാൾ അന്ധനാണ്, കണ്ണിന് കാഴ്ചയില്ല. 30 വർഷക്കാലം കണ്ണ് പൊട്ടനെ പോലെ കണ്ണ് താഴ്ത്തി തല താഴ്ത്തി ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. വീടിന്റെ ഉസ്താദും ആ പാഠഭാഗങ്ങളല്ലാതെ മറ്റൊരു ഭാഗം അദ്ദേഹം നോക്കിയിട്ടില്ല. കൈക്കൊഴിച്ചു തരുന്ന വെള്ളം ആരൊഴിച്ചു തരുന്നു എന്ന് വരെ അദ്ദേഹം നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന് അറിഞ്ഞിട്ടില്ല. മക്കളൊക്കെ വിചാരിച്ച് ഇദ്ദേഹം അന്ധനാണ്. അതാണ് മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾ പറഞ്ഞത്. എല്ലാവരും അവരവരുടെ ശരീരം പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓർത്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى. അല്ലാഹുവിനെ പേടിച്ച് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് മനോഹരമായ സ്വർഗമാണ്. ഈ ആയത്ത് കണ്ടതിന് ശേഷം, ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷം ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? അൽ കൈസു, ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണ്? ബുദ്ധിമാൻ ആരാ? ബുദ്ധിമാൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന ആളാണോ? ആണോ? സിവിൽ സർവീസിലും മറ്റുള്ള എക്സാമുകളിലൊക്കെ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നവരാണോ? ആണോ? SSLC-യിൽ 100-ൽ 100, +2-ൽ 100-ൽ 100, ഡിഗ്രിക്ക് എത്തിയപ്പോ അവിടെയും ഫുൾ മാർക്ക്. ഇതാണ് ബുദ്ധി? ഇല്ല. അൽ കൈസു, ബുദ്ധി എന്ന് പറയുന്നത്, ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ. സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് ഖബറിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വയം ശരീരത്തെ നിയന്ത്രിച്ച് ഖബറിടത്തിലേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവരൊക്കെ വിഡ്ഢികളാണ്. ദുനിയാവിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ മാത്രം, ആഖിറത്തെ കുറിച്ച് അയാൾക്ക് ചിന്തയില്ല.
ومن الناس من يقول ربنا آتنا في الدنيا حسنة وما له في الآخرة من خلاق. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ എനിക്ക് ദുനിയാവ് താ എന്നാണ്. രോഗത്തിന്റെ ശമനം വേണം, അല്ലാഹുവേ കടങ്ങൾ കൊടുത്തു വീട്ടാൻ തൗഫീഖ് താ അല്ലാഹ്. അല്ലാഹുവേ എനിക്ക് മനോഹരമായ വീടെടുക്കാൻ തൗഫീഖ് താ റബ്ബേ. എനിക്ക് നല്ലൊരു വണ്ടി വാങ്ങാനുള്ള കഴിവ് താ അല്ലാഹ്. എന്റെ പരീക്ഷകളിലൊക്കെ നീ വിജയം താ അല്ലാഹ്. ദുനിയാവിന് വേണ്ടി മാത്രം ദുആ ചെയ്യുന്ന ആളുകൾ ജനങ്ങളിലുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണോ? ദുനിയാവിന് വേണ്ടി മാത്രം ദുആ ചെയ്യുന്നവരാണോ? കുഴപ്പമില്ല, ദുനിയാവ് കിട്ടും. وما له في الآخرة من خلاق. അവർക്ക് ആഖിറത്തിൽ ഒരു റോളുമില്ല. അവർക്ക് ആഖിറത്തിൽ അല്ലാഹുവിന്റെ ഒരു ഓഹരി പോലും ലഭിക്കൂല എന്ന് മാത്രമല്ല, ആഖിറത്തിലെ പരാജിതരാണവരെ. ഈ ചെറിയ കാലയളവിൽ ഒരു 60 വർഷത്തിന്റെയോ 50 വർഷത്തിന്റെയോ 30-40 വർഷത്തിന്റെയോ കാലയളവിൽ ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ആഖിറത്തെ കുറിച്ച് ചോദിക്കാൻ മറന്നുപോയ ആളുകൾ ഒരുപക്ഷേ ദുനിയാവിൽ ഒരു വിജയികളാകാം. അവരുടെ ആഖിറത്തിന്റെ കാര്യം കഷ്ടമാണ്, പ്രയാസമാണ്. എന്നാൽ ജനങ്ങളിൽ ചില ആളുകൾ വമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബുദ്ധിമാന്മാർ ഒരിക്കലും ദുനിയാവ് മാത്രം ചോദിക്കുന്നവരല്ല. അല്ലാഹുവേ എന്റെ ദുനിയാവ് നീ വിജയത്തിലാക്കണേ അല്ലാഹ്, എന്റെ ആഖിറവും നീ വിജയത്തിലാക്കണേ അല്ലാഹ്, എന്നെ ഖബറിന്റെ അദാബിൽ നിന്ന് നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണേ എന്ന് ദുആ ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ. അവർക്ക് ദുനിയാവിലും വിജയമുണ്ട്, ആഖിറത്തിലും വിജയമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് മരണശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, ചെറുപ്പക്കാരികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർക്കാണ് അല്ലാഹു നാളെ സ്വർഗീയ ലോകം ഒരുക്കി വെച്ചിട്ടുള്ളത്. ശരീരം പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ വിഡ്ഢികളാണ് എന്ന് മാത്രമല്ല, അവരുടെ ആഖിറത്തിലെ കാര്യം കഷ്ടമാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം, മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ കാര്യം, ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനൻ നാസ്. ജനങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ യസാ ഫീ ജംഇ ഹുചാമിദ് ദുനിയാ, ദുനിയാവ് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നത് കാണാനിടയായി. 8 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മൂന്നാമത്തേത്. ഇനി 5 ഉള്ളൂ. മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ പറയാണ്, ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനൻ നാസ്. ജനങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ എനിക്ക് കാണാനിടയായി. എന്താണ് അവർ ചെയ്യുന്നത്? ദുനിയാവിന്റെ ആഡംബരങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമിക്കുന്നത് എനിക്ക് കാണാനിടയായി. പിന്നെ ആ സമ്പാദ്യങ്ങളൊക്കെ പിടിച്ചു വെക്കുകയാണ്, ചെലവഴിക്കുന്നില്ല, പിശുക്ക് കാട്ടുകയാണ്. ഒരുപാട് സമ്പാദിച്ചിട്ട് അക്കൗണ്ടില് കുറെ സ്ഥലം വാങ്ങിച്ചു, കുറെ ബിൽഡിംഗ് എടുത്തു, വലിയ വീട് കെട്ടി, വലിയ വണ്ടിയൊക്കെ എടുത്തു എന്നല്ലാതെ 5 പൈസ കൊടുക്കുന്നില്ല. സ്വന്തം ആവശ്യത്തിന് മാക്സിമം ചെലവഴിക്കുന്നു. ദീനിയായ കാര്യങ്ങളിലേക്ക് 5 പൈസ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ എനിക്ക് കാണാനിടയായി. അങ്ങനെയില്ലേ? ഇല്ലേ? പൈസ ഉണ്ടാക്കി, കാശ് ഉണ്ടാക്കി, അധ്വാനിച്ച് കോടീശ്വരന്മാരായി 5 പൈസ പുറത്തു കൊടുക്കാതെ മക്കളും ഞാനും എന്റെ വീട്ടുകാരും എന്നുള്ള ചിന്തയോടെ വലിയ വീട്, വലിയ വാഹനങ്ങൾ, സ്വന്തത്തിന് എത്രയും ചെലവഴിക്കുന്നു, ദീനിന് വേണ്ടി കൊടുക്കാത്ത ആളുകൾ. ഇത്തരം ആളുകൾ എനിക്ക് കാണാനിടയായി. അപ്പോഴാണ് ഞാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഓർത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما عندكم ينفد وما عند الله باق. ما عندكم ينفد وما عند الله باق. മനുഷ്യന്മാരെ, ജനങ്ങളെ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്. അല്ലാഹുവിന്റെ കയ്യിലുള്ളത് തീരൂല. നമ്മുടെ കയ്യിലുള്ളത് തീർന്നു പോകും. അല്ലാഹുവിന്റെ കയ്യിലുള്ളത് അത് ബാക്കിയാണ്.
മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പിശുക്കി വെച്ചത് തീർന്നു പോകും. നമ്മുടെ മരണത്തോടുകൂടി അസ്തമിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചത് അത് തീരാതെ ബാക്കിയാണ്. അതാണ് നമ്മുടെ ഖബറിൽ വെച്ച് കണ്ടുമുട്ടാൻ പോകുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തല്ലേ? ഇത് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയല്ലയോ മുഅ്മിനീങ്ങളെ? വമാ ഇൻദല്ലാഹി ബാഖ്. നമ്മുടെ കയ്യിൽ നമ്മൾ പിശുക്കി വെച്ചത്, നമ്മൾ തിന്നത്, കുടിച്ചത്, വസ്ത്രം ധരിച്ചത്, വീട് കെട്ടിയത്, വണ്ടി വാങ്ങിച്ചത് എല്ലാം നമ്മുടെ മരണം വരുമ്പോഴേക്കും തീർന്നു പോവുകയാണ്. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. എന്നാൽ ഒരു രൂപയെങ്കിലും നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ബാക്കിയാണ്. അത് മാത്രമേ കിട്ടുള്ളൂ. തിന്നത് കിട്ടോ? ഇല്ല. തിന്നത് ടോയ്ലറ്റിലെത്തി. ഡ്രസ്സോ അത് നുരുമ്പിച്ചു പോയി. വീടോ ഒരു 20 കൊല്ലം അതും പോയി. വണ്ടി അതിന് 2-3 വർഷം ഉപയോഗിച്ചപ്പോഴേക്ക് പുതിയ വണ്ടി വന്നു, അത് വിറ്റു പുതിയത് വാങ്ങിച്ചു. ഇങ്ങനെ വണ്ടിയും പോയി. പിന്നെ എന്താ ബാക്കിയുള്ളത്? ബാക്കിയുള്ളത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചതാണ്. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് എന്റെ സമ്പത്ത് തീർന്നു പോകാൻ പാടില്ല. എന്റെ സമ്പത്ത് ബാക്കി വേണം. നമ്മുടെ സമ്പത്തൊക്കെ ബാക്കി വേണ്ടേ? തീർന്നു പോയാലാണോ ഇഷ്ടമല്ല ബാക്കിയാവലാണോ ഇഷ്ടം? എന്താ ഇഷ്ടം? നമ്മുടെ സമ്പത്ത് ബാക്കിയാവലാണോ ഇഷ്ടമല്ല തീർന്നു പോകലാണോ? ബാക്കിയാവണം. എല്ലാരെയും കാശും സമ്പത്തും ബാക്കി വേണം. എങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യങ്ങൾ ബാക്കിയാകുന്നത്? ഞാൻ തീരുമാനമെടുത്തു, എന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ബാക്കി വേണം. അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന സമ്പാദ്യങ്ങളിൽ എന്റെ നിർബന്ധമായ ചെലവുകൾ കഴിഞ്ഞ് ബാക്കിയുള്ള മുഴുവനും ലിവജിഹില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ ചെലവഴിച്ചു. ഞാൻ മുസ്ലിംമാരായ പാവങ്ങളായ ആളുകൾക്ക് ഞാൻ ചെലവഴിച്ചു. ദരിദ്രന്മാരായ ആളുകൾ, വീടില്ലാത്തവർക്ക് വീട് കെട്ടാൻ, കിണറില്ലാത്തവർക്ക് കിണർ കുഴിക്കാൻ, പുസ്തകം വാങ്ങാൻ കഴിയാത്തവർക്ക് അത് വാങ്ങാൻ, പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, ഇസ്ലാമിക് സെന്ററിലേക്കൊക്കെ എന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഞാൻ സംഭാവന ചെയ്തു. നിങ്ങളുടെ ചെലവ് കഴിഞ്ഞിട്ട് മതി. നിങ്ങൾ തിന്നാതെ കുടിക്കാതെ കൊടുക്കണമെന്നല്ല. നിങ്ങൾക്ക് വസ്ത്രം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കുക. എന്തിന്? അത് ബാക്കിയാവാൻ വേണ്ടിട്ട്, തീരാൻ വേണ്ടിട്ടല്ല. അതാണ് ബാക്കിയുള്ളത്. ഞാൻ എന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ദീനിയായ കാര്യങ്ങൾക്ക് ഞാൻ ചെലവഴിക്കാൻ തുടങ്ങി. കാരണം എന്റെ സമ്പാദ്യങ്ങൾ എനിക്ക് നാളെ അനുഭവിക്കണ്ടേ? ഞാനിവിടെ കഷ്ടപ്പെട്ടത്, ഞാനിവിടെ പ്രയാസപ്പെട്ടത് ഇവിടെ തീർന്നു പോയാൽ അതുകൊണ്ട് എനിക്ക് എന്തുപയോഗമാണുള്ളത്? ഞാൻ ചോര നീരാക്കി, വിയർപ്പ് നീരാക്കി, വർഷങ്ങളോളം പ്രവാസ ലോകത്ത് ഭാര്യയെ കാണാതെ, മക്കളെ കാണാതെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് ദുനിയാവിൽ വെച്ച് തന്നെ തീർന്നു പോയാൽ എന്റെ ജീവിതം നഷ്ടമല്ലയോ? അതുകൊണ്ടതെല്ലാം എനിക്ക് നാളെ ആഖിറത്തിൽ കാണാൻ വേണ്ടി ദീനിയായ കാര്യങ്ങൾക്ക് ഞാൻ ചെലവഴിച്ചു. എനിക്കത് കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇതൊക്കെ വിജയമന്ത്രങ്ങളാണ്. ഇതൊക്കെ വിജയിക്കാനുള്ള വഴികളാണ്. നാലാമതായി മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ പറയുന്നത്, അന്നീ റഅയ്തു ബഅദൽ ഖൽഖി, ചില ആളുകളെ ഞാൻ കാണാനിടയായി. ഓർക്കം വരുന്നുണ്ടോ? എണ്ണീറ്റിട്ടിരിക്കുക എല്ലാരും. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ സ്വലാത്തിനും ഒരു മലക്കിനെ നിയോഗിച്ച് ഈ വഅല കഴിഞ്ഞു പോകുമ്പോഴേക്കും ആയിരക്കണക്കിന് മലക്കുകളെ സമ്പാദിക്കാൻ നമ്മൾക്ക് കഴിയണം. ഒരു സ്വലാത്തിന് ഒരു മലക്ക്.